കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ 4 പാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. നമുക്കിന്ന് പഠിക്കാനുള്ളത് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്ക്വയർ റൂട്ട്സിൽ പേജ് നമ്പർ 7 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്. The area of a square is 49 square centimeter. What is the length of its side? അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 ആണ്. സ്ക്വയർ മീൻസ് എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 49 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്കിൽ ഇതിൻ്റെ ഓരോ സൈഡിൻ്റെയും ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യാനുള്ളത്? ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 49 കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? ദാറ്റ് ഈസ് 7. അപ്പോൾ 7 ഇൻറ്റു 7 ആണ് 49 എന്ന് പറയുന്നത്. അപ്പോൾ 7 സ്ക്വയർ ആണ് 49. 7 ഇൻറ്റു 7 49. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. Okay, then so the length of the side of a square with an area of 49 square centimeter is 7 centimeter. We call 7 the square root of 49. അപ്പോൾ നമ്മൾ പഠിച്ചു 7ന്റെ സ്ക്വയർ ആണ് 49 എന്ന് പറയുന്നത്. 7 സ്ക്വയർ ഈക്വൽ ടു 49 ആണ്. 7 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 49. 49ന്റെ സ്ക്വയർ റൂട്ടാണ് 7 എന്ന് പറയുന്നത്. 7 ദ സ്ക്വയർ റൂട്ട് ഓഫ് 49. 49ന്റെ സ്ക്വയർ റൂട്ടാണ് എന്തോന്ന്? 7 എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സ് വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയാം. അതായത് 49 ഈക്വൽ ടു 7 സ്ക്വയർ എന്ന് പറയാം. 7 സ്ക്വയർ ആണ് 49. ദെൻ ഇവിടെ സ്ക്വയർ മാറ്റണം. നമുക്ക് ഈ സ്ക്വയർ മാറ്റാൻ എന്ത് ചെയ്യും? 7 ഈക്വൽ ടു റൂട്ട് 49 എന്ന് പറയാം. ഓക്കെ, 7 എന്ന് പറയുന്നത് 49ന്റെ സ്ക്വയർ റൂട്ടാണ്. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 64? 64ന്റെ സ്ക്വയർ റൂട്ട് ഏതാ? 8 ഇൻറ്റു 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? 8 ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 64. 64ന്റെ സ്ക്വയർ റൂട്ടാണ് 8 എന്ന് പറയുന്നത്. അതായത് 8 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 64. ഓക്കെ, വാട്ട് അബൌട്ട് -8 ഇൻറ്റു -8? ഇനി നമ്മൾ -8 ഇൻറ്റു -8 ചെയ്താലോ? ഇവിടെ 8 ഇൻറ്റു 8 64 തന്നെ കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ രണ്ട് മൈനസ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവ് 64 ആണ് കിട്ടുന്നത്. അപ്പോൾ മൈനസ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്താലും നമുക്ക് എന്താണ് വരുന്നത്? പോസിറ്റീവ് ആണ് കിട്ടുന്നത്. -8 സ്ക്വയർ ഈക്വൽ ടു 64. ഓക്കെ അല്ലേ? അതാ ഇവിടെ കൊടുത്തിട്ടുള്ള 8 സ്ക്വയർ ഈക്വൽ ടു 64 ആൻഡ് -8 സ്ക്വയർ എടുത്താലും 64 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ഹാസ് 2 ഇൻറ്റിജർ സ്ക്വയർ റൂട്ട്. എല്ലാ പെർഫെക്റ്റ് സ്ക്വയറിനും 2 സ്ക്വയർ റൂട്ട് ഉണ്ടാവും. വൺ ഈസ് പോസിറ്റീവ് ആൻഡ് ദ അതർ ഈസ് നെഗറ്റീവ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ദ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഈസ് ഡിനോട്ടഡ് ബൈ റൂട്ട് സിമ്പൽ. അതറിയാലോ. ദ 64 റൂട്ട് ഓഫ് 64 ഈക്വൽ ടു +or-8. അതായത് 64 നമുക്കറിയാം 64ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. ഈക്വൽ ടു 88. അപ്പോൾ 64ന് +8 മാത്രമല്ല ഉള്ളത്. 64ന് റൂട്ട് 64ന് 2 സ്ക്വയർ റൂട്ട് ഉണ്ടാവും. അത് +8ഉം കാണും -8ഉം കാണും. +or-8 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി റൂട്ട് 100 എടുത്താലോ? റൂട്ട് 100 എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 10 ഇൻറ്റു 10 ആണല്ലോ 100. അപ്പോൾ +100ഉം കിട്ടും -100ഉം കിട്ടും. +or-100 കിട്ടും. അതെങ്ങനെ? ഏത് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും അതിന് 2 സ്ക്വയർ റൂട്ട് ഉണ്ടാവും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. വൺ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ ഈസ് നെഗറ്റീവ്. അത് കൂട്ടുകാർ ഓർത്ത് വച്ചേക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിന് പോസിറ്റീവ് നമ്പറും റൂട്ടായിട്ട് കിട്ടും, നെഗറ്റീവ് നമ്പറും കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ജനറലായിട്ട് പറഞ്ഞിട്ടുള്ളത്. റൂട്ട് n സ്ക്വയർ ഈക്വൽ ടു +or-n. അതായത് നമ്മൾ കോമൺ ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ n സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് +or-n ആണ്. അതായത് 7 സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 7 സ്ക്വയർ ഈക്വൽ ടു +or-7 എന്ന് കിട്ടും. ഏതൊരു നമ്പർ എടുത്താൽ ഞാൻ ഇവിടോട്ട് എഴുതരാം. റൂട്ട്
10 സ്ക്വയർ 10 സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 10 എന്ന് കിട്ടും. റൂട്ട് 8 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 8 എന്ന് കിട്ടും. ദെൻ റൂട്ട് 9 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 9 എന്ന് കിട്ടും. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അത് കൂട്ടുകാർ മറന്നു പോകരുത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗിവൺ എ നമ്പർ സച്ച് ആസ് 576 or 327, how do we find out it is a perfect square? If it is a perfect square, how can we find its square root? അപ്പോൾ ഇത് 576ഉം 327 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ, ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് പഠിക്കാൻ ആദ്യത്തെ ക്ലാസ്സിലെ ഒരു മെത്തേഡ് പഠിച്ചു. ഇതാണ് ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ എന്തൊക്കെ നമ്പേഴ്സ് വരും. 0, 1, 4, 5, 6, 9 അല്ലേ. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് വൺസിൻ്റെ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ അവസാനം എന്ത് വരില്ല, 2, 7, 8, 3 ഈ നമ്പേഴ്സ് വരില്ല. ഇനി ഈ നമ്പേഴ്സ് വന്നാൽ തന്നെയും എന്താവണമെന്നില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. നമ്മൾ 26 പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. നമ്മൾ 26 പഠിച്ചല്ലേ, 26ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. പക്ഷെ 26 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ല. അപ്പോൾ 6 വന്നാലും ചില സമയത്ത് എന്താവില്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്നാൽ 36ൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ 6 ആണ്. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 6ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സ് വന്നാലും പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡിൽ നമുക്കിത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് 576 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാം എന്ന് നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ആവണമെന്ന് ഷുവർ അല്ല, ഒരു പക്ഷേ മേ ബി ആവാം. 327 എന്തല്ല, ഉറപ്പായിട്ടും ഇവിടെ 7 വന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കില്ല, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയില്ല. ഇനി 576 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 327 is not a perfect square. However, we cannot be sure that 576 is a perfect square. അപ്പോൾ ഇത് 327 പെർഫെക്റ്റ് സ്ക്വയർ അല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത് 576 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നോക്കാം. We can list all the square numbers in sequence and find out whether 576 occurs among them. We know that 202 equal to 400. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 202 അല്ല, സോറി, ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 20 സ്ക്വയർ ആണ് കേട്ടോ. 20 സ്ക്വയർ ഈക്വൽ ടു 400. അപ്പോൾ 20 സ്ക്വയർ നമുക്ക് 400 ആണെന്നറിയാം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് 20 സ്ക്വയറിന് നമ്മൾ എന്ത് കിട്ടണം, 576 കിട്ടുന്നത് വരെ നമുക്ക് സ്ക്വയർ എടുത്ത് നോക്കാം. 20 സ്ക്വയർ 400, 21 സ്ക്വയർ എന്താ, 21 × 1 441. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 22 × 22 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 484 കിട്ടും. ദെൻ ഇവിടെ 23 × 23, അപ്പോൾ 529 കിട്ടും. ദെൻ 24 × 24 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 576 എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, √576 ഈക്വൽ ടു 24 എന്ന് എഴുതാം. 24 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 576 എന്ന് പറയാം. ഓക്കെ, however this process become inefficient for large numbers. അപ്പോൾ നമുക്കിത് ചെറിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. വലിയ നമ്പേഴ്സ് ആണെങ്കിൽ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. അടുത്ത് നോക്കാം, സെക്കൻഡ് നോക്കാം. Recall that every square can be expressed as n sum of consecutive odd numbers starting from 1. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം, കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ √81 എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഓഡ് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടണം, 0 കിട്ടിയാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ 81 നിന്ന് ഫസ്റ്റ് നമ്പർ ഓഡ് നമ്പേഴ്സ് 1, ഇവിടെ 3, 5, 7, 9, 11, 13, 15, 17. അപ്പോൾ അത്രയും കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് വന്നു. അപ്പോൾ നമ്മളിവിടെ എത്ര സ്റ്റെപ്പ് എടുത്തു, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 സ്റ്റെപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 0 എന്ന് കിട്ടിയത്.
അപ്പോൾ ഈ 81 നിന്ന് 1 കുറച്ചു 80 കിട്ടി. ആ 80 നിന്ന് വീണ്ടും 3 കുറച്ചു 77. ആ കിട്ടിയ ആൻസറിൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ 5 കുറച്ചു. അങ്ങനെ 9 സ്റ്റെപ്പ് ചെയ്ത് നമ്മൾക്ക് അവസാനം 0 എന്ന് കിട്ടി. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി ലാസ്റ്റ് 0 വന്നതുകൊണ്ട് 81 ഹാസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ദാറ്റ് ഈസ് എത്ര സ്റ്റെപ്പ് എടുത്തു? 9 സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതും എന്താണ്, വലിയ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഫ്രം 81 we successively subtract consecutive odd numbers starting from 1 until we obtain 0 at the 9th step. Okay, therefore root 81 equal to 9 എന്ന് നമുക്ക് മനസ്സിലായി. Can we find the square root of 729 using this method? Yes, but it will be time consuming. അപ്പോൾ എന്താണ്, ഇതുപോലെ നമുക്ക് 729ന്റെ റൂട്ടും കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അല്ലേ. ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ അതെന്താണ്, ഒരുപാട് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. നോക്കാം അടുത്ത തേർഡ് പോയിന്റ്. We know that a perfect square is obtained by multiplying an integer by itself. എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? അതായത് ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. 7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്ന 49 എന്ന് പറയുന്നത്. ഓക്കെ, will looking at the numbers prime factorization help in determining whether it is perfect square. അപ്പോൾ ഈ മെത്തേഡിൽ നിന്നെല്ലാം കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു മെത്തേഡാണ് എന്താണ്, പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. Yes, if we can divide the prime factor of a number into two equal groups, then the product of the prime factors in either group combine to form the square root. അപ്പോൾ എന്താണ്, ഇതിനെ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്ത് ഈക്വൽ ഗ്രൂപ്പ് ആക്കണം. രണ്ട് ഗ്രൂപ്പിലും നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഗ്രൂപ്പ്സ് ആക്കണം. ഈക്വൽ രണ്ടിലും ഒരേപോലുള്ള നമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഈ 324 എ പെർഫെക്റ്റ് സ്ക്വയർ? 324 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. 324നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തേക്കുക. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? 324 ഫസ്റ്റ് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട്. അപ്പോൾ 3ക്കകത്ത് എത്ര 2 ഉണ്ട്? 1 ടൈം 1 ബാലൻസ് ഉണ്ട്. അത് ഇവിടെ ഇടുമ്പോൾ 12 ആവും. 12നകത്ത് 6 ടൈംസ്, ദെൻ 4നകത്ത് 2 ടൈംസ്. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 16നകത്ത് 8 ടൈംസ്, 2നകത്ത് 1 ടൈം. വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നകത്ത് 2 ടൈംസ്, 3 × 2 6, ദെൻ 2 ബാലൻസ് പോകുമ്പോൾ ഇവിടെ 21 ആവുന്നു. ദെൻ 7 × 3 21. അഗൈൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 × 9 ടൈംസ്. 27നകത്ത് 3 ടൈംസ് ഉണ്ട്. 3 9 ടൈം. 27നകത്ത് 3 9 ടൈംസ് ഉണ്ട്. ഓക്കെ, 9. അഗൈൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 × 3 9. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 2 × 2 × 4 3 അല്ലേ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ. ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. ഈ നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതിൽ നിന്നും ഈ ഫസ്റ്റ് 2നെയും 2 ഈക്വൽ ഗ്രൂപ്പ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 3യും കൂടെ ചേർത്ത് ഇവിടെ എഴുതി 2 × 3 × 3. വീണ്ടും ഇവിടെയും 2ഉം ഈ 2 3യും കൂടെ ചേർത്ത് ഒരുമിച്ച് ഇവിടെ എഴുതി. ഇതിനെ ഈക്വൽ ഗ്രൂപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിലും ഒരേ നമ്പേഴ്സ്. ഇനി ഈ 2 ഈക്വൽ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്തെടുക്കും? ഇതിനെ രണ്ടിനെയും സ്ക്വയർ ആക്കി എഴുതും. 2 ടൈംസ് ഉണ്ടല്ലോ, അപ്പോൾ 2 × 3 × 3 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കും. അപ്പോൾ 2 × 3 6, 6 × 3 18. അപ്പോൾ 18 സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ 18നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 × 18 ചെയ്യുമ്പോഴാണ് നമുക്ക് 324 എന്ന് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 324 ഈക്വൽ ടു +or-18 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് വി ക്യാൻ ഓൾസോ റൈറ്റ് ദ പ്രൈം ഫാക്ടേഴ്സ് ഇൻ പെയർസ്. അതുപോലെ തന്നെ നമുക്കിതിനെ എന്താക്കാം? പ്രൈം ആക്കാം. അതായത് ഈ രണ്ടിനെയും പെയർ ആക്കി എഴുതാം. ഇതിന് രണ്ടിനെയും ഒരു ഗ്രൂപ്പ് ആക്കും. ദെൻ അടുത്ത ഈ 2 3യെ ഒരു ഗ്രൂപ്പ് ആക്കും. ഈ 2 3യെ ഒരു ഗ്രൂപ്പ് ആക്കും. അതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 × 2, 3 × 3, വീണ്ടും 3 × 3. ഇനി ഈ ഗ്രൂപ്പിൽ നിന്നും ഒരു 2നെ എടുക്കും. വീണ്ടും ഈ 2 എണ്ണത്തിൽ നിന്നും ഒരാളെ എടുക്കണം. ആ 3 ഇവിടെ എഴുതണം. ദെൻ ഈ 2 3യിൽ നിന്നും ഒരു 3 എടുത്ത് ഇവിടെ എഴുതണം. ദെൻ 2 × 3 × 3, അതായത് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 18 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 324 ഈക്വൽ ടു 18 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈസ് 156 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 156 ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 156നെ 156 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 15നകത്ത് 7 ടൈംസ്, ദെൻ 1 ബാലൻസ്, 16നകത്ത് 8 ടൈംസ്, അഗൈൻ 2 കൊണ്ട് ചെയ്യും. 3 × 2 6, 1 ബാലൻസ് കൊടുക്കുമ്പോൾ 9, ദെൻ 39നകത്ത് 13 ഉണ്ടല്ലേ. 39നകത്ത് 3 ടൈംസ് 30.
ഓക്കെ, വീണ്ടും 13 വെച്ച് ചെയ്യുമ്പോൾ 1 ബാലൻസ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഇതിനെ പെയർ ആക്കാൻ പറ്റുമോ? ഇവിടെ രണ്ടും ഈ രണ്ട് ടൂസിനെ നമുക്ക് പെയർ ആക്കാം. പക്ഷെ 3ക്കും 13നും പെയർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പെയർ ആക്കി എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാം. വി കനോട്ട് പെയർ അപ്പ് ദീസ് ഫാക്ടേഴ്സ്, therefore 156 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അതുകൊണ്ട് 156 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ അല്ലേ? Then find whether 1156 and 2800 are perfect squares using prime factorization. അപ്പോൾ ഇതുപോലെ 1156ഉം 2800ഉം ചെയ്തു നോക്കാനാണ് പറയുന്നത്. We can estimate the square root of largest perfect square by looking at the closest perfect square. We are familiar with then narrowing down the interval to such. അപ്പോൾ എന്താണ്, നമ്മൾ അതിനെ ക്ലോസ് ആയിട്ട് അതിനോട് ഒരു നമ്പറിനോട് ക്ലോസ് ആയിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് വേണം അതിന് ചെയ്യാനെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടു ഫൈൻഡ് 1936, റൂട്ട് ഓഫ് 1936, ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 1936നെ നമുക്ക് ഇങ്ങനെ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ 1936 വരുന്നതെന്ന് നോക്കണം. അതായത് 1600നും 2500നും ഇടയിലാണ് ആര് വരുന്നത്? ഈ 1936 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1600 40ന്റെ സ്ക്വയറും 2500 50ന്റെ സ്ക്വയറും ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ 1600ന്റെയും 2500ന്റെയും ഇടയിലാണ് 1936 വരുന്നത്. ദെൻ 1600 എന്ന് പറഞ്ഞാൽ 40യുടെ സ്ക്വയർ ആണ്. 2500 എന്ന് പറഞ്ഞാൽ 50യുടെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡിലാണ് ആര് വരുന്നത്? 1936 വരുന്നത്. അപ്പോൾ എന്ത് പറയാം? ഇതിൻ്റെ 40യുടെ സ്ക്വയറിനേക്കാളും വലുതുമാണ്, എന്നാൽ 50യുടെ സ്ക്വയറിനേക്കാളും ചെറുതുമാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 40 സ്ക്വയർ, അതായത് 40 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. 50 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ട് എടുത്താൽ എന്ത് വരും? റൂട്ട് ഓഫ് 1936. ഇവിടെ ഈ സിമ്പലും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 40യേക്കാളും വലുതുമാണ്, 50യേക്കാളും ചെറുതുമാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലാണ് എന്ത് വരുന്നത്? 1936 വരുന്നത്. അപ്പം അവസാനം 6 ആണ്. അപ്പോൾ പെർഫെക്റ്റ് റൂട്ടിൻ്റെ അവസാനം 6 വരണമെങ്കിൽ നമ്മുടെ നമ്പർ ഏതായിരിക്കണം? ഒന്നെങ്കിൽ 4ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 6ൽ എൻഡ് ചെയ്യണം. ഇതിലേതോ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ 44 ആയിരിക്കും, 40യുടെയും 50യുടെ ഇടയിലുള്ള നമ്പർ ആണല്ലോ. അപ്പോൾ 4ലും 6ലും എൻഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ 44 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും? 46 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 40 മുതൽ 45 എന്നും 45 മുതൽ 50 എന്നും എടുത്താൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാ? 45 അല്ലേ? അപ്പോൾ നമ്മൾ 45ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 45ന്റെ സ്ക്വയർ 45 × 45 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2025 എന്ന് കിട്ടും. അപ്പോൾ ഈ 2025 എന്ന് പറയുന്നത് 1936നെക്കാളും വലുതല്ലേ? അപ്പോൾ അതിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണമല്ലോ ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് 40ക്കും 45നും ഇടയിലായിരിക്കും നമ്മുടെ നമ്പർ വരുന്നത്. അപ്പോൾ 40ക്കും 45നും ഇടയിൽ നിന്ന് നമ്പർ എന്ന് പറഞ്ഞാൽ 44 ആയിരിക്കില്ലേ? അപ്പോൾ 44ന്റെ സ്ക്വയർ ആണ് 1936 എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ റൂട്ട് ഓഫ് 1936 ഈക്വൽ ടു 44 എന്ന് പറയാം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നോക്കാനുള്ളത് ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. അരിബാം ആൻഡ് ബൈജോർ പ്ലേ എ ഗെയിം. വൺ സേ എ നമ്പർ ആൻഡ് ദ അതർ റിപ്ലേസ് വിത്ത് ഇറ്റ് സ്ക്വയർ റൂട്ട്. ഒരാൾ നമ്പർ പറയും, അടുത്ത ആൾ സ്ക്വയർ റൂട്ട് പറയും. അരിബാം സ്റ്റാർട്ട്സ്, ഹി സേസ് 25. അരിബാം 25 പറഞ്ഞപ്പോൾ ബൈജോ ഏത് പറഞ്ഞു? അതിൻ്റെ സ്ക്വയർ റൂട്ട് പറയും. 25ന്റെ നമ്പർ 5 എന്ന് പറയും. ഓക്കെ, ദെൻ ബൈജോ സേസ് 81. ബൈജോ 81 പറഞ്ഞപ്പോൾ അരിബാം എന്ന് പറഞ്ഞു? 81ന്റെ സ്ക്വയർ റൂട്ട് 9 എന്ന് പറഞ്ഞു. ദെൻ ദ ഗെയിം ഗോസ് ഓൺ ടിൽ അരിബാം സേസ് 250. 250 പറഞ്ഞപ്പോൾ ബൈജോ ഈസ് നോട്ട് ഏബിൾ ടു ആൻസർ ബിക്കോസ് 250 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഇവൻ 250 പറഞ്ഞപ്പോൾ അവന് അതിൻ്റെ സ്ക്വയർ റൂട്ട് പറയാൻ പറ്റുമോ? ഇല്ല, അതൊന്നിൻ്റെയും
പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ. അപ്പോൾ അരിവാം ആസ്ക് ബൈജോ ഇഫ് ഹി ക്യാൻ അറ്റ് ലീസ്റ്റ് പ്രൊവൈഡ് എ നമ്പർ ദാറ്റ് ഈസ് ക്ലോസ് ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് 250. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ പറയാനില്ലെങ്കിലും എന്താണ് അതിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്ന നമ്പർ പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 250 എന്ന് പറയുന്നത് നമുക്ക് 100ൻ്റെയും 400ൻ്റെയും മിഡിലല്ലേ 250 വരുന്നത്. അപ്പോൾ 100നെക്കാളും വലുതുമാണ് 400നെക്കാളും ചെറുതുമാണ്. അപ്പോൾ 100 എന്ന് പറയുന്നത് 10ൻ്റെ സ്ക്വയർ ആണ്. ദെൻ 400 എന്ന് പറയുന്നത് 20യുടെ സ്ക്വയർ ആണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയറിനും 20യുടെ സ്ക്വയറിനും മിഡിലാണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് എഴുതാം? റൂട്ട് ഓഫ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 10 എന്ന് എഴുതാം. 10 ലെസ് ദാൻ 250 റൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലെസ് ദാൻ 20. ഓക്കെ അല്ലേ. അപ്പോൾ റൂട്ട് 250 എന്ന് പറയുന്നത് 10നും 20ക്കും മിഡിലാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമ്മൾ നമ്പേഴ്സ് ചേഞ്ച് ചെയ്യണം അല്ലേ. ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ 10നും 20ക്കും ഇടയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബട്ട് വി ആർ സ്റ്റിൽ നോട്ട് വെരി ക്ലോസ് ടു ദ നമ്പർ ഹൂ സ്ക്വയർ ഈസ് 250. അപ്പോൾ നമുക്ക് അതിൻ്റെ 250യുടെ അടുത്തോട്ട് വരില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കും? അടുത്ത നമ്പേഴ്സ് എടുത്തു. 15 സ്ക്വയറും 16 സ്ക്വയറും എടുത്തു. 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225ഉം 16ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256ഉം ആണ്. അപ്പോൾ 15 നമുക്ക് എന്ത് ചെയ്താൽ 15 സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 15 ഇവിടെ 16 ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് റൂട്ട് 250 വരുന്നത്. സിൻസ് 256 ഈസ് മച്ച് ക്ലോസർ ടു 250 than 225. അപ്പോൾ 256 എന്താണ്? 225നെക്കാളും 250യോടാണ് അടുത്തുള്ളത് അല്ലേ. ഓൾസോ നോ ഇറ്റ് ഈസ് ലെസ് ദാൻ 60. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി റൂട്ട് 250 ഈസ് അപ്രോക്സിമേറ്റ്ലി 60. വി ഓൾസോ നോ ഇറ്റ് ഈസ് ലെസ് ദാൻ 16 എന്ന് പറയുന്നത് എന്താണ്? 16നെക്കാളും കുറവാണ് എന്ന് പറയാം അല്ലേ. ഹിയർ ഈസ് അനദർ പ്രോബ്ലം ദാറ്റ് റിക്വയർസ് എസ്റ്റിമേറ്റിംഗ് സ്ക്വയർ റൂട്ട്. അതായത് വേറൊരു പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അഖിൽ ഹാസ് എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് ഓഫ് ഏരിയ 125 സെൻറ്റിമീറ്റർ സ്ക്വയർ 125 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അഖിലിൻ്റെ കയ്യിൽ ഒരു ക്ലോത്ത് ഉണ്ട്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 125 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഹി വാണ്ട്സ് ടു നോ ഇഫ് ഹി ക്യാൻ കട്ട് ഔട്ട് എ സ്ക്വയർ കർച്ചീഫ് ഓഫ് സൈഡ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ അവൻ്റെ അതിനകത്ത് നിന്നും 50 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. ഇഫ് നോട്ട് വി വാണ്ട് ടു നോ ദ മാക്സിമം സൈസ് കർച്ചീഫ് ദാറ്റ് വി ക്യാൻ കട്ട് ഔട്ട് ഫ്രം ദിസ് പീസ് ഓഫ് ക്ലോത്ത്. അതല്ല 15 സ്ക്വയർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അതിനോട് അടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ വാല്യൂ വരുന്നത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ എഴുതാം? നമുക്കിവിടെ പറയാം 125 ആണല്ലോ അവൻ്റെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ ലെങ്ത്. 125 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം 11 സ്ക്വയർ എന്ന് പറയുന്നത് 121, 12 സ്ക്വയർ എന്ന് പറയുന്നത് 144. അപ്പോൾ ഇത് 144 ആണ്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ളത് 125 ഉള്ളൂ. അപ്പോൾ ഏത് വരും? അവന് കട്ട് ചെയ്യാൻ പറ്റുന്നത് 125 മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. അത് എന്തിൻ്റെ സ്ക്വയറാ? 11ൻ്റെ സ്ക്വയറാ. അപ്പോൾ അവൻ കട്ട് ചെയ്തെടുക്കുന്ന കർച്ചീഫിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 11. 11 × 11 121. അപ്പോൾ അത് മാത്രമേ, അതിനേക്കാളും വലിയ ലെങ്തിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? കർച്ചീഫ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ അല്ലേ. വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്